ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. എല്ലാവർക്കും ബയോളജിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത് ബ്രെയിനിൻ്റെ പാർട്സ് പഠിച്ചു, സ്പൈനൽ കോഡ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സ്പൈനൽ കോഡിനെ ബന്ധിപ്പിച്ചുകൊണ്ട് എന്ത് പഠിച്ചു? റിഫ്ലെക്സ് ആക്ഷൻ, അതുപോലെ തന്നെ റിഫ്ലെക്സ് ആർക്കും വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടർ കൃത്യമായി മനസ്സിലാക്കാൻ വിചാരിക്കുകയാണ്. ഒന്നും വിടാതെ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കണം, നോട്ട്സ് എഴുതണം. ഇതിൽ കൂടാതെ എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? നോട്ട്സ് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നോട്ട്സ് എന്ത് ചെയ്യുക? വളരെ ക്രിസ്പാണ് നോട്ട്സുകളൊക്കെ. അപ്പോൾ നോട്ട്സ് വളരെ കൃത്യമായിട്ട് ബുക്കിലേക്ക് വേണ്ട ഭാഗങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കുക. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? സ്റ്റാർ ഇട്ട് വെച്ച് നിങ്ങൾ പഠിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ക്ലാസ് പഠിക്കാൻ പോകുന്ന മറ്റൊരു പുതിയ ടോപ്പിക്കാണ്. ഇതിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം നിങ്ങളുടെ അടുത്ത്. അതായത് നിങ്ങളുടെ ഒക്കെ ലൈഫിൽ ഒരു പേടി തോന്നുന്ന അല്ലെങ്കിൽ ഭയപ്പെടുന്ന, ഫിയർ ഉണ്ടാവുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അല്ലേ? നമ്മളുടെ ലൈഫിലും അങ്ങനത്തെ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റും നിങ്ങൾക്ക് ആർക്കെങ്കിലും? നിങ്ങളുടെ ലൈഫിൽ പേടി തോന്നുന്ന അല്ലെങ്കിൽ ഭയം തോന്നുന്ന, ഫിയർ ഉണ്ടാക്കുന്ന ഒരുപാട് എക്സ്പീരിയൻസ് നമ്മുടെ ഇത്രയും കാലം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ എല്ലാവരും നിങ്ങളുടെ പുസ്തകത്തിൽ നമ്മുടെ റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറഞ്ഞ ഭാഗം കഴിഞ്ഞിട്ട് ഒരു ഹെഡിങ് ഉണ്ട്. ഹെഡിങ് എന്നൊക്കെ പറയുന്നില്ല, അതിന് താഴെയായിട്ട് നിങ്ങളോട് എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള പേടിപ്പെടുന്ന അനുഭവങ്ങൾ അല്ലേ? ഫോർ എക്സാമ്പിൾ, ഒരു പാമ്പിനെ കാണുന്ന സമയത്ത്, ഈ പട്ടിനെ കാണുമ്പോൾ, അതും അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ ടീച്ചർ പേപ്പർ തരുമ്പോൾ നിങ്ങളുടെ ഹാർട്ട് അതിങ്ങനെ പിടിക്കും അല്ലേ? അപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് എഴുതാനാണ് നിങ്ങൾക്കുള്ള ഫസ്റ്റ് ആക്ടിവിറ്റി. അപ്പോൾ എല്ലാവരും എഴുതി കാണാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്. നിങ്ങളുടെ പാഠപുസ്തകത്തിൽ റിഫ്ലെക്സ് ആക്ഷൻ അല്ലെങ്കിൽ റിഫ്ലെക്സ് പ്രവർത്തനം എന്ന പാഠത്തിന് ആ ഒരു ഭാഗത്തിന് ശേഷം തലക്കെട്ടിന് കീഴിൽ നിങ്ങളുടെ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള മോസ്റ്റ് ഫിയർഫുൾ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിങ്ങളെ പേടിപ്പെടുത്തുന്ന അനുഭവം എഴുതി കാണുമല്ലോ നിങ്ങൾ. ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ശരീരത്തിനകത്ത് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടാകുന്നുണ്ട്, ഒരുപാട് പ്രവർത്തനം നടക്കുന്നുണ്ട് അല്ലേ? ഒരുപാട് ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ്, ഒരുപാട് ശാരീരിക പ്രവർത്തനം നടക്കുന്നുണ്ട്. ഉദാഹരണം പറയാം, ഹൃദയമിടിപ്പ് കൂടും അല്ലേ? ആര് തന്നെ പേടിച്ചാലും അവരുടെ ഹൃദയമിടിപ്പ് കൂടുതൽ ടക്ക് ടക്ക് ഒരു മിടിപ്പ് ഉണ്ടാവില്ല അവിടെ. അപ്പോൾ നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂടാതെ ഹാർട്ട് ബീറ്റ് ഇൻക്രീസസ്, ദ ഹാർട്ട് ബീറ്റ് റേറ്റ് വിൽ ഇൻക്രീസ് അല്ലേ? അപ്പോൾ അത് ഒന്നാമത്തെ ഒരു പോയിൻ്റാണ്. ഇത്തരത്തിൽ വേറെയും ചില അനുഭവങ്ങൾ, ചില മാറ്റങ്ങൾ ബോഡിയിൽ ഉണ്ടാകുന്നുണ്ട്. ഒന്ന് നിങ്ങളുടെ മനസ്സിരുത്തി ആലോചിച്ച് നോക്കിയേ, എന്തെല്ലാം മാറ്റങ്ങളാണ് നിങ്ങൾ പേടിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവാന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നിട്ട് നിങ്ങൾ അതിന് താഴെ കാണുന്ന ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ആൻസർ ചെയ്യുക. ക്ലാസ് കണ്ട ശേഷമാണ് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ എനിക്ക് ഫോട്ടോ എടുത്ത് അയക്കണം. ഓക്കെ? അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയിട്ട് എഴുതി കാണുന്നതിനെ വിചാരിക്കുകയാണ്. ഇത്തരത്തിൽ പേടിപ്പെടുത്തുന്ന അനുഭവങ്ങൾ, അതുപോലെ തന്നെ പേടി ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ബോഡിയിൽ നടക്കുന്ന ഒരുപാട് ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഒരുപാട് ശാരീരിക പ്രവർത്തനങ്ങളുണ്ടല്ലേ, അതൊക്കെ എഴുതി കാണുന്നതിനെ വിചാരിക്കുകയാണ്. ഓക്കെ, എന്തൊക്കെ മാറ്റം ഉണ്ടാവും? ഹൃദയമിടിപ്പ് കൂടും, വെരി ഗുഡ്. പിന്നെ വായിലൊക്കെ ഉമിനീര് വരില്ല, ഉമിനീര്. പിന്നെ കൈയും കാലൊക്കെ ഇങ്ങനെ ഒരു വേദനയൊക്കെ ഉണ്ടാവും. വേറൊന്ന് പെട്ടെന്ന് മൂത്രമൊഴിക്കാൻ പറ്റും അല്ലേ? അങ്ങനെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. അതുപോലെ തന്നെ കണ്ണൊക്കെ പുറത്തേക്ക് പേടിക്കുമ്പോൾ അല്ലേ? അപ്പോൾ ഒരുപാട് ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് നിങ്ങളുടെ ബോഡിയിൽ നടക്കുന്നത് മനസ്സിലായല്ലോ. അപ്പോൾ ഇതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ട വ്യവസ്ഥ ബോഡിക്ക് വേണ്ടേ? അതായത് ഇത്തരത്തിലുള്ള എമർജൻസി സിറ്റുവേഷൻസിൽ അല്ലേ, അടിയന്തര ഘട്ടങ്ങളിൽ എമർജൻസി ആയിട്ട് അടിയന്തരമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു തരം വ്യവസ്ഥ അല്ലെങ്കിൽ സിസ്റ്റമുള്ള ബോഡിയിലുണ്ട്. അതാണ് ഇപ്പോൾ പഠിക്കാനുള്ളത്. പെരിഫറൽ നാഡി വ്യവസ്ഥ അല്ലെങ്കിൽ പെരിഫറൽ നെർവസ് സിസ്റ്റം. ഓക്കെ, നമ്മുടെ എല്ലാവരുടെ ലൈഫിലും കാണും പേടിപ്പെടുത്തിയ അല്ലെങ്കിൽ സങ്കടപ്പെടുത്തിയ എന്തെങ്കിലും അനുഭവം. അങ്ങനത്തെ അനുഭവങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? എന്തൊക്കെ സന്ദർഭങ്ങളിലാണ് നമ്മൾ പേടിക്കാറുള്ളത് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഭയം തോന്നാറുള്ളത്? ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, പാമ്പിനെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും പേടി തോന്നാറുണ്ട്. അതുപോലെ തന്നെ എക്സാമൊക്കെ കഴിഞ്ഞ് എക്സാമിന് റിസൾട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ്സിൽ ടീച്ചർ പേപ്പർ തരുമ്പോൾ നമുക്ക് പേടി തോന്നാറുണ്ട് അല്ലേ? ഇങ്ങനെയുള്ള കുറച്ച് എക്സ്പീരിയൻസുകളൊന്ന് എഴുതി നോക്കൂ നിങ്ങൾ നോട്ട്ബുക്ക് എടുത്ത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള അങ്ങനത്തെ പേടിപ്പെടുത്തിയ ഇൻസ്റ്റൻസുകൾ നിങ്ങളൊന്ന് എഴുതി നോക്കൂ. പേടിയോ സങ്കടമോ തോന്നിയ അനുഭവങ്ങൾ. ഓക്കെ, നിങ്ങൾ എഴുതിയെന്ന് വിചാരിക്കുകയാണ്. എന്തൊക്കെ ചേഞ്ചസ് ആയിരിക്കും ആ സമയത്ത് നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടായിട്ടുണ്ടാവുക? അതൊരു എമർജൻസി സിറ്റുവേഷനാണല്ലേ? ഇപ്പോൾ ഉദാഹരണമായിട്ട് പേപ്പർ തരാൻ ടീച്ചർ നിങ്ങളുടെ പേര് വിളിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇരിക്കുന്നത് ബാക്ക് ബെഞ്ചിലാണ്, ടീച്ചറായിട്ട് ഫ്രണ്ട് ഭാഗത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് നിന്ന് ടീച്ചർ നിങ്ങളുടെ പേര് വിളിച്ച് നിങ്ങളുടെ ആൻസർ ഷീറ്റ് തരാൻ നോക്കുമ്പോൾ അത്രയ്ക്കും നിങ്ങളുടെ അടുത്തേക്ക് ടീച്ചർ വരുന്ന ആ ഒരു സമയത്തിനുള്ളിൽ ഒരുപാട് ചേഞ്ചുകൾ നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? ഒരുപാട് ശാരീരിക മാറ്റങ്ങൾ നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടായിട്ടുണ്ടാവും.
വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ ബോഡി ഡ്യൂറിങ് സച്ച് എമർജൻസി സിറ്റുവേഷൻസ്? എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക? ഒന്ന് എഴുതി നോക്കൂ. ഇനി 10ാം ക്ലാസ്സിലൊക്കെ റിസൾട്ട് വരുമ്പോൾ അല്ലെങ്കിൽ അത് ആലോചിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് പേടി തോന്നുന്നുണ്ടാവും. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ആ സമയത്ത് ബോഡിയിൽ ഉണ്ടായിട്ടുണ്ടാവുക? ഓക്കെ, നമ്മുടെ ഹാർട്ട് ബീറ്റ് നന്നായിട്ട് കൂടും അല്ലേ? നമുക്ക് ഫസ്റ്റ് ഉണ്ടാവുക എന്തായിരിക്കും? നമ്മുടെ ഹൃദയമിടിപ്പ് എന്ത് ചെയ്യും? കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ കൈയും കാലൊക്കെ വിറയ്ക്കും അല്ലേ? ഇനി വേറെ എന്തൊക്കെ മാറ്റം ഉണ്ടാവുക? നിങ്ങൾ പെട്ടെന്ന് പാമ്പിനെ കാണുമ്പോൾ നിങ്ങളുടെ കണ്ണൊന്നിങ്ങനെ വികസിക്കും അല്ലേ? കണ്ണിലെ കൃഷ്ണമണി വികസിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ബോഡിയിൽ ഇത്തരം എമർജൻസി സിറ്റുവേഷൻസിൽ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇങ്ങനെ ഉണ്ടായിട്ടുള്ള ഈ ഒരു മാറ്റങ്ങൾ പഴയ സ്ഥിതിയിലേക്ക് വരാറില്ലേ? അത് പേടിച്ച പോലെ അതേപോലെ നിൽക്കുകയാണോ ചെയ്യാറുള്ളത്? അല്ല അല്ലേ? അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവയൊക്കെ മാറിയിട്ട് നോർമൽ സ്റ്റേറ്റിലേക്ക് വരും. അതുകൊണ്ട് എമർജൻസി സിറ്റുവേഷനിൽ ഒരു അടിയന്തര ഘട്ടത്തിൽ നമ്മളെ ബോഡിനെ ആ ഒരു സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെടാൻ അല്ലെങ്കിൽ ആ സമയത്ത് പ്രവർത്തിക്കുന്ന സിസ്റ്റം ഉണ്ട്, അതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സ്വതന്ത്ര നാഡീവ്യവസ്ഥ. അപ്പോൾ എമർജൻസി സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അടിയന്തര ഘട്ടങ്ങളിലൊക്കെ, അടിയന്തര സാഹചര്യങ്ങളിലൊക്കെ നമ്മുടെ ബോഡി അതിനോട് സൂട്ടാക്കാൻ സഹായിക്കുന്ന എന്താണ്? പെരിഫറൽ നാഡീവ്യവസ്ഥ. ഈ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം, അതായത് സ്വതന്ത്ര നാഡീവ്യവസ്ഥയാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. അതായത് പെരിഫറൽ നെർവസ് സിസ്റ്റം, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം, സ്വതന്ത്ര നാഡീവ്യവസ്ഥ, ഇതാണ് ഇത്തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ നിന്ന് അതിനോട് കോപ്പ് ചെയ്യാൻ സഹായിക്കുന്നത്. ഇനി ഈ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ ANS എന്ന് പറയും. ഇതിൽ തന്നെ ഭാഗമായിട്ടുള്ള സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആൻഡ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, ഇതാണ് നമ്മുടെ ബോഡിയെ ഇങ്ങനെയൊക്കെ എമർജൻസി അവസ്ഥകളിലും അതുപോലെ തന്നെ ഒരു സാധാരണ അവസ്ഥയും രണ്ടും നിർണ്ണയിക്കാൻ സഹായിക്കുന്നത് സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്കുമാണ്. കൺഫ്യൂഷൻ ആവണ്ട, ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. അതായത് നിങ്ങളൊരു മനസ്സിലൊരു മാപ്പ് ആലോചിക്കാം. നെർവസ് സിസ്റ്റം അല്ലെ, നാഡീവ്യവസ്ഥ, അത് 2 തരത്തിലുണ്ട്. ഒന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ കേന്ദ്ര നാഡീവ്യവസ്ഥ. രണ്ടാമതായിട്ട് പെരിഫറൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ പെരിഫറൽ നാഡീവ്യവസ്ഥ. ഇനി പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ സ്വതന്ത്ര നാഡീവ്യവസ്ഥ, ANS എന്ന് പറയും. ഈ ANSന്റെ തന്നെ 2 ബ്രാഞ്ചാണ്. ഒന്ന് സിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥ, രണ്ടാമതായിട്ട് പാരാസിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥ. അപ്പോൾ ഈ പാരാസിമ്പത്തറ്റിക്കും സിമ്പത്തറ്റിക്കുമാണ് നമ്മുടെ മനുഷ്യനെ ഒരു നോർമൽ കേസിലും അതുപോലെ തന്നെ എമർജൻസി അവസ്ഥകളിലൊക്കെ അതിനോട് റിയാക്ട് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മൈൻഡിൽ മാപ്പ് ഉണ്ടാകണം. എന്തായിരുന്നു? നാഡീവ്യവസ്ഥ, സെൻട്രൽ ആൻഡ് പെരിഫറൽ. സെൻട്രൽ എന്തൊക്കെ വരുന്നുണ്ട്? അതെ, ബ്രെയിൻ വരുന്നുണ്ട്, സ്പൈനൽ കോഡ് വരുന്നുണ്ട് അല്ലേ? ഇനി പെരിഫറൽ വരുന്നത് എന്താണ്? എന്തൊക്കെയായിരുന്നു? സ്പൈനൽ നെർവ്സും വരുന്നുണ്ട്, ക്രെയിൻ നെർവ്സും വരുന്നുണ്ട്. പഠിച്ചു കഴിഞ്ഞാൽ അതിന് മുന്നേ അതിൻ്റെ ഭാഗമായിട്ടുള്ള ANS അല്ലേ, ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം അല്ലേ, സ്വതന്ത്ര നാഡീവ്യവസ്ഥ. ഈ ഓട്ടോണോമസ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് എന്താണ്? സെൽഫായിട്ട് അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് ചെയ്യുക അല്ലേ, ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം, സ്വതന്ത്ര നാഡീവ്യവസ്ഥ. അതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് സിമ്പത്തറ്റിക് ഉണ്ട്, രണ്ടാമതായിട്ട് പാരാസിമ്പത്തറ്റിക് ഉണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്കും രണ്ടുണ്ടല്ലേ. അപ്പോൾ ഒന്നും എന്തായിരിക്കും? നോർമൽ അവസ്ഥയിൽ പ്രതികരിക്കാനും രണ്ടാമതായിട്ട് എന്തായിരിക്കും? അപ്പോൾ എമർജൻസി അവസ്ഥയിൽ പ്രതികരിക്കാനും. അപ്പോൾ ഏതാണ് നോർമലിലും ഏതാണ് എമർജൻസി അവസ്ഥയിൽ പ്രതികരിക്കാനും നമുക്ക് എന്ത് ചെയ്യാം? വഴിയെ പഠിക്കാം. അപ്പോൾ ഇത് എക്സാം ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സിമ്പത്തറ്റിക്കിൻ്റെയും പാരാസിമ്പത്തറ്റിക്കിൻ്റെയും കുറേ പ്രവർത്തനങ്ങളുണ്ട്. അതെല്ലാം കൂടി മിക്സ് ആക്കി എടുത്തിരും. നിങ്ങളെടുത്ത് 2 ഹെഡിങ്ങിനാക്കിയിട്ട് ഏതാണ്ട് പറയും. ഇപ്പോൾ ചെയ്യുന്ന എക്സാം ക്വസ്റ്റ്യനാണ്. അതായത് സിമ്പത്തറ്റിക്കിൻ്റെയും പാരാസിമ്പത്തറ്റിക്കിൻ്റെയും കുറച്ച് വ്യക്തമായ കുറച്ച് പ്രവർത്തനങ്ങളുണ്ട്, കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഈ ആക്ടിവിറ്റീസ് ക്ലബ് ചെയ്ത് കൊടുത്തിട്ട് ആ ക്ലബ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം? രണ്ടിനെയും സോർട്ട് ചെയ്യണം, രണ്ടിനെയും എന്താ പറയുക, തരംതിരിക്കണം അല്ലേ. പാര ഏതാണ്, സിമ്പത്തറ്റിക് നിങ്ങൾ തരംതിരിക്കണം. അപ്പോൾ അത് നിങ്ങൾ ശരിക്കും എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എന്താണ് പാര, എന്താണ് സിമ്പത്തറ്റിക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത് സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്കിൻ്റെയും പ്രവർത്തനങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അതിനായിട്ട് ടീച്ചർ വീഡിയോ കാണിക്കാം. ആ വീഡിയോ നിങ്ങൾ എന്ത് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ചർച്ച ചെയ്യാം. സ്വതന്ത്ര നാഡീവ്യവസ്ഥ അല്ലെങ്കിൽ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം.
നമ്മുടെ മൊത്തം സിസ്റ്റത്തിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. CNSഉം PNSഉം, കേന്ദ്ര നാഡീവ്യവസ്ഥയും പെരിഫറൽ നാഡീവ്യവസ്ഥയും. അതിൽ PNSൽ നമ്മൾ മോട്ടോർ നെർവ്സും സെൻസറി നെർവ്സും പറഞ്ഞിരുന്നു. ഈ മോട്ടോർ നെർവ്സിൽ വരുന്ന ഒരു പാർട്ടാണ് ANS അല്ലെങ്കിൽ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം, സ്വതന്ത്ര നാഡീവ്യവസ്ഥ. ആ പേര് പറയുന്ന പോലെ തന്നെ ഓട്ടോണോമസ് ആയിട്ട് അല്ലെങ്കിൽ സെൽഫായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. ആക്ടിവിറ്റീസ് ദാറ്റ് ടേക്സ് പ്ലേസ് ബിയോണ്ട് ദ കോൺഷ്യസ് ലെവൽ ആർ കൺട്രോൾഡ് ബൈ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദി പെരിഫറൽ നെർവസ് സിസ്റ്റം. അതായത് നമ്മുടെ ബോധതലത്തിന് അപ്പുറത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഭാഗമാണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ടീച്ചർ പേപ്പർ തരുമ്പോൾ ആ സമയത്ത് നമ്മൾ വിചാരിച്ചിട്ടല്ല ഹാർട്ട് ബീറ്റ് കൂടുന്നത്, അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് കൂടുന്നത് നമ്മുടെ കൺട്രോളിലല്ല. ദേ ആർ ഇൻവോളണ്ടറി. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടല്ല അവിടെ ഒന്നും നടക്കുന്നത്. അപ്പോൾ നമ്മുടെ കൺട്രോളിലല്ലാതെ നടക്കുന്ന പ്രവർത്തനങ്ങളാണ് ദറ്റ് ബിയോണ്ട് ദ കോൺഷ്യസ് ലെവൽ. നമ്മൾ ബോധപൂർവം അല്ലാണ്ട് നടക്കുന്ന പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ആ സിസ്റ്റം ഓഫ് ഗ്രൂപ്പിനോട് എന്ത് വിളിക്കും? ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്ന് വിളിക്കാറുണ്ട്. അതിനെ നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സിമ്പത്തറ്റിക് വ്യവസ്ഥ അല്ലെങ്കിൽ സിമ്പത്തറ്റിക് സിസ്റ്റം, അതുപോലെ തന്നെ പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ അഥവാ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം. സോ എമർജൻസി സിറ്റുവേഷനിൽ നമ്മുടെ ബോഡിനെ കൺട്രോൾ ചെയ്യുന്ന നെർവസ് സിസ്റ്റത്തിൻ്റെ പാർട്ടാണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം അഥവാ സ്വതന്ത്ര നാഡീവ്യവസ്ഥ. സോ ഈ ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കി തരും. The whole nervous system is divided into CNS and PNS. Then the CNS is divided into brain and spinal cord, മസ്തിഷ്കവും സുഷുമ്നാ നാഡിയും. അതുപോലെ തന്നെ PNS is divided into efferent and afferent. അതൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ദെൻ മോട്ടോർ ആൻഡ് സെൻസറി. ആ മോട്ടോറിനെ രണ്ടൊക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് നമുക്ക് പഠിക്കാനുള്ള ANS അഥവാ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. അതിലെ രണ്ട് പാർട്ടാണ് പഠിക്കാനുള്ളത്, പാരാസിമ്പത്തറ്റിക് സിസ്റ്റവും സിമ്പത്തറ്റിക് സിസ്റ്റവും. ANSൻ്റെ രണ്ട് പാർട്ടുകളാണ്. ഒന്ന് സിമ്പത്തറ്റിക് വ്യവസ്ഥ, രണ്ടാമതായിട്ട് പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ. ആദ്യമായിട്ട് സിമ്പത്തറ്റിക് സിസ്റ്റം. നമ്മളെ ബോഡിനെ എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ അതിനെ സജ്ജമാക്കിയിരുത്താൻ അല്ലെങ്കിൽ ഒരു അടിയന്തര ആവശ്യം വരുമ്പോൾ ആ ഒരു ഘട്ടത്തിൽ നമ്മളെ ബോഡിനെ അതിനോട് കോപ്പപ്പ് ചെയ്യാൻ സഹായിക്കുന്ന വ്യവസ്ഥയാണ് സിമ്പത്തറ്റിക് സിസ്റ്റം. നമ്മുടെ നട്ടെല്ലിൻ്റെ രണ്ട് വശങ്ങളിലായിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് ഗാംഗ്ലിയോൺസ് എന്നാണ് സിമ്പത്തറ്റിക് സിസ്റ്റത്തിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്. എക്സാമിന് പലപ്പോഴായി ചോദിക്കാനുള്ള ചോദ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, രണ്ട് വ്യവസ്ഥകളിലും പ്രവർത്തനങ്ങൾ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിനെ രണ്ട് ടേബിളാക്കിയിട്ട് മാറ്റാനാണ് എക്സാമിന് ചോദിക്കാറുള്ളത്. അല്ലെങ്കിൽ സിമ്പത്തറ്റിക് വ്യവസ്ഥ നടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയാറുണ്ട്. അതുപോലെ തന്നെ പാരാസിമ്പത്തറ്റിക് നടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ പറയാറുണ്ട്. സോ ഈ കാണുന്ന ചിത്രത്തിൽ കാണുന്ന ഓരോ പോയിന്റുകളും അതിൻ്റെ പ്രാധാന്യത്തോടു കൂടി തന്നെ പഠിക്കാം. ഇത് പഠിക്കാൻ കാര്യം മനസ്സിലാക്കി പഠിച്ചാൽ വളരെ സിമ്പിളാണ്. നോക്കാം, ഒന്ന് ആലോചിച്ച് നോക്കാം അല്ലേ. നമ്മളൊരു എമർജൻസി സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ബോഡിയിലെ ഏതൊക്കെ പാർട്ടുകളാണ് നല്ല ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്, അത് മാത്രമായിരിക്കും അതിൽ ഇൻക്രീസസ് എന്ന് കാണിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം കൂടിയിട്ടുണ്ടാവുക. ഒന്ന് നോക്കാം. ആദ്യമായിട്ട് ദ പ്യൂപ്പിൾ ഇൻ ദ ഐ ഡൈലേറ്റ്സ് അല്ലേ. നമ്മുടെ കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ പെട്ടെന്ന് നമ്മുടെ മുന്നിലേക്ക് ഒരു പാമ്പ് എടുത്ത് ചാടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമായിട്ട് വലുതായിട്ട് എന്ത് ചെയ്യും? നമ്മുടെ കണ്ണ് വികസിക്കും. അത് നടക്കുന്ന കാര്യം തന്നെയല്ലേ. അപ്പോൾ അത് ആലോചിച്ചാൽ കിട്ടൂലേ. ഓക്കെ. രണ്ടാമതായിട്ട് ഉമിനീരിൻ്റെ ഉൽപ്പാദനം ഇവിടെ കുറയുന്നുണ്ട് അല്ലേ. സലൈവൻ്റെ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അതെന്തായിരിക്കും കാരണം? സലൈവ ഓർ സലൈവറി ഗ്ലാൻഡ് ഈസ് റിലേറ്റഡ് ടു ഡൈജഷൻ. ദഹന പ്രക്രിയയുമായി ബന്ധപ്പെട്ട ഭാഗമാണ് സലൈവ, പ്രൊഡക്ഷൻ ഓഫ് സലൈവ എന്നുള്ളതൊക്കെ. സോ നമുക്ക് അപ്പോൾ ബോഡീൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഡൈജഷൻ അല്ല, അല്ലെങ്കിൽ ദഹനം നടത്തുക എന്നുള്ളതല്ല ബോഡീൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി, അല്ലെങ്കിൽ നമ്മുടെ മുൻഗണന അതിന് വേണ്ടിയിട്ടല്ല. സോ ഡൈജഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഇനി താഴേക്ക് കാണുന്ന ഓരോ പോയിന്റ് നോക്കുമ്പോഴും ഡൈജഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മന്ദീഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുന്നുണ്ട്, സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ബോഡിക്ക് ആ ഒരു എമർജൻസി സിറ്റുവേഷനെ തരണം ചെയ്യുന്നതിലാണ് ഫസ്റ്റ് പ്രയോറിറ്റി, ഫസ്റ്റ് മുൻഗണന. അപ്പോൾ എന്ത് ചെയ്യും? അതിനെ സഹായിക്കുന്ന
ഗ്ലാൻഡുകൾ, അതിന് സഹായിക്കുന്ന ഹോർമോണുകൾ, അതിന് സഹായിക്കുന്ന എൻസൈമുകൾ, അവ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നന്നായിട്ട് പ്രവർത്തിക്കുള്ളൂ. ബാക്കിയെല്ലാം എന്ത് ചെയ്യും, താൽക്കാലികമായിട്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. അതുകൊണ്ടാണ് പ്രൊഡക്ഷൻ ഓഫ് സലൈവ ഡിക്രീസ് ചെയ്യുന്നത്. മൂന്നാമതായിട്ട് ട്രക്കിയ എക്സ്പാൻസ്, അല്ലേ? ട്രക്കിയ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ശ്വസനം, അല്ലേ? ശ്വാസനാളം വികസിക്കുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ, അല്ലേ? സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു പേടി വരുമ്പോൾ ഒരുപാട് ബ്രീത്ത് ചെയ്യേണ്ടി വരും. ബ്രീത്ത് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഫ്രഷ് എയറും ഓക്സിജനും കൊടുക്കേണ്ടി വരും. സോ അതിന് വേണ്ടിയിട്ടാണ് ട്രക്കിയ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, അല്ലേ? മനസ്സിലായില്ലേ? നാലാമത്തെ പോയിന്റ്, ഹൃദയമിടിപ്പ് കൂടുന്നു, ഹാർട്ട് ബീറ്റ് ഇൻക്രീസസ്. അത് നമ്മുടെ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്, പറഞ്ഞിരേണ്ട ആവശ്യമില്ല. ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, നല്ല ഹാർട്ടിൻ്റെ പമ്പിങ് കൂടും, എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് എത്തിക്കാൻ, ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ പറ്റും. അഞ്ചാമതായിട്ട് ഗ്യാസ്ട്രിക് ആക്ടിവിറ്റീസ് സ്ലോ ഡൗൺ. ഞാൻ പറഞ്ഞു ഗ്യാസ്ട്രിക് ആക്ടിവിറ്റീസ് ദാറ്റ് ആർ റിലേറ്റഡ് ടു ഡൈജഷൻ, ദഹനപ്രക്രിയയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും എന്ത് ചെയ്യും, സ്ലോ ഡൗൺ ചെയ്യും, മന്ദീഭവിക്കും, അല്ലേ? ആമാശയ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, മന്ദീഭവിക്കുന്നുണ്ട്. അടുത്ത പോയിന്റ്, ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസായി മാറുന്നു. നമ്മളെ ബോഡിയിൽ ആവശ്യ സമയത്ത് ഗ്ലൂക്കോസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നേരത്തെ അവയൊക്കെ ഗ്ലൈക്കോജനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, അവിടെ സ്റ്റോർ വെച്ചിട്ടുണ്ട്. സോ നമ്മുടെ സ്റ്റോറേജ് ഫോമാണ് ഗ്ലൈക്കോജൻ. ആ ഗ്ലൈക്കോജനെ നമ്മൾ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഗ്ലൂക്കോസ് ഉണ്ടായാൽ മാത്രമേ നമ്മുടെ ബോഡിക്ക് നന്നായിട്ട് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ, ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്ത് വെച്ച ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. അടുത്ത പോയിന്റ്, പെരിസ്റ്റാൾസിസ് ഇൻ ദ ഇൻറ്റസ്റ്റൈൻ സ്ലോ ഡൗൺ, ദാറ്റ് ഓൾസോ റിലേറ്റഡ് ടു ഡൈജഷൻ. അതും എന്ത് ബന്ധപ്പെട്ട വാക്കാണ്, ദഹന പ്രക്രിയയുമായി ബന്ധപ്പെട്ട ഒരു പ്രോസസ് ആയതുകൊണ്ട് തന്നെ അതും എന്ത് ചെയ്യും, സ്ലോ ഡൗൺ ചെയ്യും. ആൻഡ് ലാസ്റ്റ് പോയിന്റ്, യൂറിനറി ബ്ലാഡർ റീഗെയിൻസ് നോർമൽ സ്റ്റേറ്റ്. മൂത്രാശയം പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ സിമ്പത്തറ്റിക് അവസ്ഥ തീർന്നു, സിമ്പത്തറ്റിക് സിസ്റ്റം കഴിഞ്ഞു. അപ്പോൾ ഇത് മനസ്സിലാക്കി പഠിക്കണം. ഏതൊക്കെ കൂടുന്നു, ഏതൊക്കെ കുറയുന്നു, ഏതൊക്കെ സ്ലോ ഡൗൺ ചെയ്യുന്നു, ഏതൊക്കെ മന്ദീഭവിക്കുന്നു എന്നുള്ളത് കാണാതെ പഠിച്ചാൽ ഒരു കാലത്തും കിട്ടാൻ പോണില്ല. അതുകൊണ്ട് ഇതിനെ മനസ്സിലാക്കി കണക്ട് ചെയ്ത് പഠിക്കുക. ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ ലൈഫ് തന്നെ അതിനോട് മാച്ച് ചെയ്യുക. ആ ലൈഫിൽ സിറ്റുവേഷൻ വരുമ്പോൾ അവിടെ എന്തൊക്കെയാണ് ഇൻക്രീസ് ചെയ്യേണ്ടത്, എന്തൊക്കെ താൽക്കാലികമായിട്ട് മാറ്റി വെക്കണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ ഈ ഒരു പോയിന്റ് നമുക്ക് എഴുതാൻ സാധിക്കും. രണ്ടാമതായിട്ട് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം അഥവാ പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ. ദേ ആർ ഫോംഡ് ഫ്രം സം ഓഫ് ദി ക്രേനിയൽ ആൻഡ് സ്പൈനൽ നെർവ്സ്. ഏതാനും ചില സുഷുമ്ന നാഡികൾ കൊണ്ടും ശിരോനാഡികൾ കൊണ്ടുമാണ് പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ ബോഡീനെ എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ സജ്ജമാക്കുന്നത് സിമ്പത്തറ്റിക് വ്യവസ്ഥയാണെങ്കിൽ അതെല്ലാം തരണം ചെയ്ത് ആ ഒരു പ്രതിസന്ധി ഘട്ടം മാറിക്കഴിഞ്ഞ് നമ്മളെ ബോഡി പഴയ പോലെ ആകുമ്പോൾ നോർമൽ സ്റ്റേറ്റിലാകുമ്പോൾ വർക്ക് ചെയ്യുന്ന സിസ്റ്റമാണ് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം. അതുകൊണ്ട് തന്നെ നേരത്തെ സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇവിടെ സംഭവിക്കുക. നോക്കാം. നമ്പർ 1, കണ്ണിലെ പ്യൂപ്പിൾ എന്ത് ചെയ്യുന്നുണ്ട്, ചുരുങ്ങുന്നുണ്ട്, അല്ലേ? പ്യൂപ്പിൾ ഇൻ ദ ഐ കൺട്രാക്ട്. നമ്പർ 2, പ്രൊഡക്ഷൻ ഓഫ് സലൈവ ഇൻക്രീസസ്. ഉമിനീരിൻ്റെ ഉൽപ്പാദനം എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. ഡൈജഷനൊക്കെ എന്ത് ചെയ്യാണ്, നടക്കാൻ തുടങ്ങുകയാണ്. മൂന്നാമതായിട്ട് ശ്വാസനാളം സങ്കോചിക്കുന്നുണ്ട്, ട്രക്കിയ കൺട്രാക്ട്. നേരത്തെ എക്സ്പാൻഡ് ചെയ്ത് വികസിച്ച ട്രക്കിയ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, സങ്കോചിക്കുന്നുണ്ട്. പിന്നെ ഹാർട്ട് ബീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നോർമലായി സാധാരണ നിലയിലായി മാറിയിട്ടുണ്ട് ഹാർട്ട് ബീറ്റ്. ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എമർജൻസി ഒക്കെ ഉണ്ട്, മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് ഗ്യാസ്ട്രിക് ആക്ടിവിറ്റീസ് ബിക്കം നോർമൽ. അത് എന്ത് ചെയ്യുന്നുണ്ട്, ആമാശയത്തിൻ്റെ പ്രവർത്തനങ്ങളും സാധാരണ നിലയിലായി മാറിയിട്ടുണ്ട്. കാരണം ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഡൈജഷനൊക്കെ നടത്താം. ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റാം, കാരണം ഇപ്പോൾ നമ്മുടെ ആവശ്യമൊക്കെ കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യുന്നുണ്ട്, ഗ്ലൂക്കോസ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു ഗ്ലൈക്കോജനായിട്ട് എന്ത് ചെയ്യാണ്, സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. പെരിസ്റ്റാൾസിസ് ഇൻ ദ ഇൻറ്റസ്റ്റൈൻ ബിക്കംസ് നോർമൽ. പെരിസ്റ്റാൾസിസ് പ്രവർത്തനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, സാധാരണ ഗതിയിലാകുന്നു. അടുത്തതായിട്ട് ലാസ്റ്റ് 1, മൂത്രാശയം ചുരുങ്ങുന്നു, അല്ലേ? യൂറിനറി ബ്ലാഡർ കൺട്രാക്ട്സ്. സോ നേരത്തെ മനസ്സിലാക്കിയതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങളായിരിക്കും ഇവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും മറ്റേതിൻ്റെ കാര്യങ്ങൾ.
ഇത് പഠിക്കുമ്പോൾ ഒരിക്കലും നേരത്തെ പറഞ്ഞ പോലെ കാണാതെ പഠിക്കരുത്. നമ്മുടെ ലൈഫിലെ ഒരു റിയൽ സിറ്റുവേഷൻ മനസ്സിലാലോചിക്കുക. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കുഞ്ഞു ടോപ്പിക്ക് പഠിച്ചെടുക്കാൻ പറ്റും. എല്ലാവരും ഞാൻ കാണിച്ച വീഡിയോ കണ്ടാണെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. അതായത് ഒരുപാട് പ്രവർത്തനങ്ങൾ സിമ്പത്തറ്റിക്കിലുണ്ട്, അതുപോലെ തന്നെ പാരാസിമ്പത്തറ്റിക്കിലുണ്ടല്ലേ. അപ്പോൾ എങ്ങനെ ഇത് പഠിച്ചെടുക്കുക? കൺഫ്യൂഷൻ ആണല്ലോ. ഒരു സ്ഥലത്ത് പ്യൂപ്പിൾ കൺട്രാക്ട് ചെയ്യുന്നു, റിലാക്സ് ചെയ്യുന്നു, ഒന്നിൻ്റെ ഉൽപ്പാദനം കൂടുന്നു, കുറയുന്നു അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ആ പ്രവർത്തനമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പൊതുവായ സ്വഭാവം കാണാൻ പറ്റും, അല്ലെങ്കിൽ കോമൺ ഫാക്ടർ ഉണ്ട്. നിങ്ങൾ നോക്കിയോട്ടെ. അതായത് അടിയന്തര സാഹചര്യങ്ങളിൽ, എമർജൻസി സിറ്റുവേഷൻസിൽ നമ്മളോട് അതിന് പൊരുത്തപ്പെടാൻ സഹായിക്കുന്നത് ഏത് വ്യവസ്ഥയാണ്? അതെ, സിമ്പത്തറ്റിക് വ്യവസ്ഥ അല്ലെങ്കിൽ സിമ്പത്തറ്റിക് സിസ്റ്റമാണ് അല്ലേ. അപ്പോൾ ഒരു അടിയന്തര അവസ്ഥ വരികയാണ്, ഒരു എമർജൻസി കണ്ടീഷൻ വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ ഡൈജസ്റ്റീവായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിൽക്കുന്നുണ്ട്. അതായത് ദഹനപ്രക്രിയകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മന്ദീഭവിക്കുക അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ. സ്റ്റാർട്ടിങ് ഫ്രം ദി മൗത്ത്, ഉമിനീർ ഉൽപ്പാദനം കുറയാണ് സിമ്പത്തറ്റിക്കിൽ അല്ലേ. സലൈവ പ്രൊഡക്ഷൻ ഡിക്രീസസ്. മനസ്സിലായോ? അപ്പോൾ സിമ്പത്തറ്റിക്കിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവിടെ എനർജി പ്രൊഡക്ഷൻ കൂടും. എനർജി നമുക്ക് ആവശ്യമാണ്. ആ ഒരു എമർജൻസി അവസ്ഥയിൽ അതിനോട് പൊരുത്തപ്പെടാൻ റിയാക്ട് നമുക്ക് എനർജി ആവശ്യമാണ്, ഊർജ്ജം ആവശ്യമാണ്. അപ്പോൾ അവിടെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ കൂടും. അതുപോലെ ആമാശയ പ്രവർത്തനങ്ങൾ കുറയും. കാരണം നമ്മളെ ബോഡിക്ക് അറ്റ് എ ടൈം കുറേ വർക്ക് എടുക്കാൻ പറ്റത്തുണ്ട്. നമ്മുടെ ബോഡി എന്ത് ചെയ്യും, കുറച്ച് സമയത്തിലൂടെ എന്ത് ചെയ്യും, ഡൈജസ്റ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിർത്തി വയ്ക്കുന്നുണ്ട് അല്ലേ. ഡൈജസ്റ്റീവ് ആക്ടിവിറ്റീസ് സ്ലോ ഡൗൺ ചെയ്യുന്നുണ്ട്. ദഹനപ്രക്രിയകൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. അതിൻ്റെ റേറ്റ് വേഗത കുറയുന്നുണ്ട്. അപ്പോൾ ഉമിനീർ ഉൽപ്പാദനം കുറയുക, സലൈവ പ്രൊഡക്ഷൻ ഡിക്രീസസ്. അതുപോലെ തന്നെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത് അല്ലേ. അതായത് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ എന്ന് പറയുന്ന രൂപത്തിലാണ് സ്റ്റോർ ചെയ്ത് സംരക്ഷിക്കുന്നത്. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ ആവശ്യം വരുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കിയിട്ട് മാറ്റുന്നുണ്ട് സിമ്പത്തറ്റിക്കൽ. വേറെ ഒന്ന് എന്താ പറയുക, ഇൻസുലിൻ്റെ ഒക്കെ ഹോർമോൺ പ്രൊഡക്ഷനൊക്കെ കൂടുന്നുണ്ട്. അപ്പോൾ ഡൈജസ്റ്റീവായിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ അവിടെ കുറയും അല്ലേ, കുറയുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കാണും, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. അപ്പോൾ ഡൈജസ്റ്റീവായിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ കുറയുകയും അവിടെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനുള്ള ആക്ടിവിറ്റീസ് കൂടുകയും ചെയ്യുന്നതാണ് എന്ത്, സിമ്പത്തറ്റിക് സിസ്റ്റം. അപ്പോൾ അത് അങ്ങനെ ആലോചിച്ചാൽ മതി. പിന്നെ ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യുന്ന കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ കണ്ണെന്ത് ചെയ്യും, പുറത്തേക്ക് വരും അല്ലേ. അപ്പോൾ കണ്ണിൻ്റെ കൃഷ്ണമണി അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ സിറ്റുവേഷൻ മനസ്സിലാക്കി നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പാരാസിമ്പത്തറ്റിക് സിസ്റ്റം. ഓക്കെ. അപ്പോൾ ഇത് അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് പഠിക്കുക. ഒരിക്കലും കാണാപ്പാടം പഠിച്ച് വെക്കരുത്. കാണാപ്പാടം പഠിച്ച് കഴിഞ്ഞാൽ എക്സാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഫ്രൂട്ട്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളൊരു എമർജൻസി അവസ്ഥ ആലോചിക്കുക. അപ്പോൾ എന്തൊക്കെ മാറ്റം എൻ്റെ ബോഡിയിൽ ഉണ്ടാവുക, അതൊക്കെയാണ് സിമ്പത്തറ്റിക് അല്ലേ. അത് നേരെ ഓപ്പോസിറ്റ് ഒരു നോർമൽ അവസ്ഥയിൽ നടക്കുന്ന ആക്ടിവിറ്റീസാണ് എന്തിനുണ്ടാവുക, പാരാ സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്, സിമ്പത്തറ്റിക് ആൻഡ് പാരാ സിമ്പത്തറ്റിക് സിസ്റ്റം. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് ഞങ്ങൾക്ക് ഒരു മാപ്പിന് അയച്ചു തരാം, ഒരു ഫ്ലോ ചാർട്ട് അല്ലേ. മൊത്തം നെർവ് സിസ്റ്റം, നാഡീവ്യവസ്ഥ, അതിൻ്റെ ഫ്ലോ ചാർട്ട് അയച്ചത് നിങ്ങൾ ബുക്കിലേക്ക് പകർത്തി വരയ്ക്കണം. രണ്ടാമതായിട്ട് ഇതിൻ്റെയൊക്കെ ഒരു ഇത്തിരി ഡെഫിനിഷൻ വേണം നിങ്ങൾക്ക്. അതായത് എന്താണ് ഓട്ടോണോമസ് നെർവ് സിസ്റ്റം അല്ലേ, സ്വതന്ത്ര നാഡീവ്യവസ്ഥ എന്താണ്, പിന്നെ സിമ്പത്തറ്റിക് എന്താണ്, പാരൻ്റ് മനസ്സിലാക്കി വയ്ക്കുക. അവസാനമായിട്ട് ഞങ്ങൾ പാഠപുസ്തകത്തിൽ ഒരു ടേബിൾ ഉണ്ട്, ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. ക്വസ്റ്റ്യൻ ഇതിൻ്റെ ബാക്കിൽ ഇട്ടുതരാം, ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്കുള്ള വർക്കുകൾ, അത് കൃത്യമായിട്ട് ചെയ്യുക. എനിക്ക് കൃത്യമായിട്ട് എനിക്ക് അയച്ചു തരാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ പറയുകയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആവാൻ കഴിഞ്ഞിട്ട് ചെറിയ ടോപ്പിക് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ആ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് കഴിഞ്ഞാൽ ഉടനെ ഒരു എക്സാം ഉണ്ടായിരിക്കും, ഡിസ്ക്രിപ്റ്റീവായിട്ടും ഒരു ഒബ്ജക്റ്റീവ് എക്സാം ഉണ്ടായിരിക്കും. നന്നായിട്ട് പഠിക്കാം. കാരണം നിങ്ങൾ 10ാം ക്ലാസ് വരെയാണ്, നിങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് ഒരുപാട് വലിയ സംഭവങ്ങൾ എടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ നേടിയെടുക്കണം. നിങ്ങൾ എന്തെങ്കിലും നന്നായിട്ട് പഠിക്കണം, നല്ല സ്മാർട്ട് വർക്ക് ചെയ്യണം. കുറേ നേരം പഠിച്ചിട്ട് കാര്യമില്ല, എടുക്കുന്ന സമയം കൃത്യമായിട്ട് പഠിച്ച് നിങ്ങൾക്ക് നല്ല സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ബയോളജിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട. ബയോളജി നിങ്ങൾക്ക് നല്ല സ്കോർ കിട്ടാൻ എൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പല കുട്ടികളും പേഴ്സണലായി മെസ്സേജ് അയക്കാറുണ്ട്, നല്ലൊരു ബന്ധം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നിങ്ങളിത് മിയർലി ഒരു ഓൺലൈൻ ക്ലാസ്സാണ്, മിസ്റ്റർ എന്തൊക്കെ പറയുന്നു, അത് തള്ളിക്കളയരുത്. പകരം നന്നായിട്ട് പഠിക്കുക. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എൻ്റെ ഭാഗത്ത് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് തന്നെ ഒരു ഉറപ്പ് തരികയാണ്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിന് റിസൾട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അത് നോട്ട്സൊക്കെ അയക്കുമ്പോൾ പറഞ്ഞ സമയത്തിന് അയക്കാൻ വേണ്ടി നോക്കുക. കാരണം കുറേ കഴിയുമ്പോൾ അത് നോക്കാൻ ഒരു പെട്ടാത്ത അവസ്ഥ ഉണ്ടായിരിക്കും. അപ്പോൾ സമയത്ത് അയച്ചു കഴിഞ്ഞാൽ എന്താ പറ്റും, നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക, നിങ്ങളുടെ ആ ഒരു ലിസ്റ്റിലേക്ക് ഇടാനൊക്കെ പറ്റും. കറക്റ്റ് സമയത്ത് നോട്ട് അയക്കുക, നന്നായിട്ട് പഠിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ ടോപ്പിക്കായിട്ട് വരാം. ഓക്കെ, ദെൻ ബൈ.
ഇന്ന് നമ്മൾ പറഞ്ഞത് സിമ്പത്തറ്റിക്കും പാരസിമ്പത്തറ്റിക്കും മാത്രമാണ്. അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഇന്നത് മാത്രമേ പറയുന്നുള്ളൂ. അതിലെ ഓരോ പോയിൻറ്സും നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി തന്നെ പഠിക്കണം. അത് കഴിഞ്ഞിട്ട് ഈ തന്ന ടേബിൾ ടെക്സ്റ്റ് ബുക്കിലെ ടേബിളാണ് ടേബിൾ 1.2 ദ ആക്ഷൻ ഓഫ് സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം. അത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ച് മനസ്സിലാക്കിയ ശേഷം ഈ ടേബിൾ ഫില്ല് ചെയ്ത് അയച്ചു തരണം.